ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ ഇന്ന് പറയുന്നത് ഒരു കുടുംബത്തിലെ 3 പേരാണ് ഇപ്പോൾ സെക്കുലർ പട്ടത്തിൽ നിന്ന് അഥവാ മതേതര പട്ടത്തിൻ്റെ MP-മാരായിട്ട് പാർലമെൻറ്റിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഇവർ 3 പേരും ഒത്തൊരുമിച്ച് ആ സെക്കുലർ തട്ടകത്തിൽ നിന്ന് പിന്മാറാതെ എന്തെങ്കിലുമൊക്കെ എപ്പോഴും പറയുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഈ പ്രിയങ്കയാണെങ്കിലും ചിലപ്പോൾ സോണിയയാണെങ്കിലും അവരുടെ തീരുമാനങ്ങൾക്കൊന്നും ഒരു ശക്തിമത്തായിട്ടുള്ള നിലപാടില്ലാതെ കാണുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. മാത്രമല്ല, ജനങ്ങൾ വിശ്വാസമർപ്പിച്ച് ജനങ്ങൾ ഇത്രയേറെ താല്പര്യപൂർവ്വം വിജയിപ്പിച്ചതിനു ശേഷം തികച്ചും ഇടയ്ക്കൊക്കെ ഈ രാഹുലിൻ്റെ അജ്ഞാതവാസം, അതോടൊപ്പം തന്നെ ഈ രാഹുലിൻ്റെ ചില വാക്കുകൾ ആളുകൾ എന്തിനാണ് ഞങ്ങൾ ഇവനെ ജയിപ്പിച്ചത് എന്ന് ആ ജയിപ്പിച്ചവർക്ക് തോന്നുമാറുള്ള ഒരു വിഷമം ഉണ്ടാക്കിയെടുത്തിട്ട് പല ഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പിണറായി മുഖ്യമന്ത്രി വരെ യഥാർത്ഥത്തിൽ ഈ രാഹുൽ ഒരു മന്ദബുദ്ധിയാണ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ സ്വാഭാവികമായിട്ട് ആ കളിയാക്കുന്നത് സത്യമാണ് എന്ന തോന്നൽ ഒരിക്കലും ഇനി ഇവർ ഉണ്ടാക്കിക്കൂടാ എന്ന ഒരു അഭ്യർത്ഥനയാണ് ഞാനിപ്പോൾ പറയുന്നത്. പ്രിയങ്കയാണെങ്കിലും സ്വാഭാവികമായിട്ട് ചില വാക്കുകളൊക്കെ വർഗീയതയ്ക്ക് കുടപിടിക്കുന്ന അഥവാ മതേതര ചേരിയെ വിഷമത്തിലാക്കുന്ന ദുഃഖിപ്പിക്കുന്ന ചില വാക്കുകളാണ് പ്രിയങ്കയിൽ നിന്ന് പോലും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് പാർലമെൻറ്റ് സമ്മേളനം ഇന്നലെ മുതൽ ഡിസംബർ 20 വരെ നീണ്ടു നിൽക്കുന്ന കാലയളവിൽ ഇനി പാർലമെൻറ്റിൻ്റെ സമ്മേളനം ആരംഭിക്കുകയാണ്. അതിൽ പൊരിഞ്ഞ വാക്കുകൾ പറയേണ്ട അഥവാ ഈ സാഹചര്യത്തിൽ വർഗീയതയുടെ ഭൂതമേറ്റ് അങ്ങേയറ്റം വേദനിക്കപ്പെടുകയാണ് ഇന്ത്യ രാജ്യമാകെ. ഭാരതാമ്മ അതിൻ്റെ മക്കൾ കണ്ണിലെ കരടായി കൊണ്ട് നടന്നിരുന്നു. നോക്കണം, കണ്ണിലെ എന്താ പറയുക കൃഷ്ണമണി പോലെ കാത്തുരട്ടിച്ച ഭാരതാമ്മയുടെ മക്കൾ പരസ്പരം തല്ലിക്കുന്നതിൽ മാത്രമേ യഥാർത്ഥത്തിൽ ഈ ഭാരതീയ ജനതാ പാർട്ടി വിജയിച്ചിട്ടുള്ളൂ. പരസ്പരം സഹോദരങ്ങൾ പോരടിക്കുന്നു, അവരെ കൊല്ലിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് യഥാർത്ഥത്തിൽ ഇപ്പം നമുക്കറിയാം UP-യിൽ എന്താണ് നടക്കുന്നത്. സ്വാഭാവികമായിട്ടും കാരണം കൂടാതെ ന്യൂനപക്ഷത്തെ ഓരോന്ന് പറഞ്ഞ് വിഷയങ്ങളേറെ ഉണ്ടായിരിക്കുക. അതാണ് നമുക്കിവിടെ വിഷയമില്ലാത്ത പഞ്ഞമല്ല. നമുക്ക് ഇപ്പോഴും കുടിവെള്ളമില്ല, ശൗചാലയമില്ല, പണിയില്ല, തുണിയില്ല എന്ന് വേണ്ട എന്താ പറയുക റെയിൽ പാളത്തിൽ നിന്ന് പോലും ഭക്ഷണം തേടി അന്നം ഭുജിക്കുന്നവരാണ് രാജ്യത്തെ 20% ആളുകൾ എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള കണക്ക്. മാത്രമല്ല, ദാരിദ്ര്യ മേഖലയിൽ 124 സ്ഥാനം എന്ന് പറഞ്ഞാൽ ഉയർച്ച എന്ന് പറയുന്നത് രാജ്യത്തിനില്ല, ഏറ്റവും പിന്നിലാണ് സാമ്പത്തികമായി. ഈ സാഹചര്യത്തിലാണ് വേറെ ഒന്നും നേരിടാൻ അഥവാ ഭരണകൂടത്തിന് ഒന്നും ജനങ്ങളോട് പറയാനില്ല, ചെയ്തു കൊടുക്കാനില്ല. ഈ സാഹചര്യത്തിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ എന്തു സംഭവിച്ചിരിക്കുന്നത്. ഈ വർഗീയതയുടെ ആയുധം ഒന്നുകൂടെ മൂർച്ച കൂട്ടി പുറത്തെടുക്കാൻ തന്നെയാണ് യഥാർത്ഥത്തിൽ കേന്ദ്ര ഭരണകൂടത്തിൻ്റെയും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെയും ലക്ഷ്യം. ഈ സാഹചര്യത്തിലാണ് ഇനി പ്രിയങ്ക കൂടെ പാർലമെൻറ്റിൽ അവരുടെ കഴിവ് തെളിയിക്കാനായിട്ട് എത്തുന്നത്. തീർച്ചയായിട്ടും രാഹുലിനേക്കാളും സോണിയയേക്കാളും എല്ലാം ആളുകൾ ഉറ്റുനോക്കുന്ന ഒരു പ്രതീക്ഷ യഥാർത്ഥത്തിൽ പ്രിയങ്കയിലുണ്ട്. ആ പ്രിയങ്ക വയനാടിൻ്റെ മകളായിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇനി പാർലമെൻറ്റിലെത്തുന്നത്. ഞാൻ വയനാടിൻ്റെ പ്രശ്നമാണ് ആദ്യം ഉന്നയിക്കുക, അവിടെ ദുരിതാശ്വാസം ലഭ്യമാക്കുക, ആ ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് ഒരു സഹായം എത്തിക്കുക, അതിനുവേണ്ടിയായിരിക്കും ഇനി എൻ്റെ പണിയെന്ന് ശക്തിമത്തായിട്ടുള്ള വാക്കുകളാണ് യഥാർത്ഥത്തിൽ പാർലമെൻറ്റിൽ ഇപ്പോൾ പ്രിയങ്ക കാഴ്ചവെച്ചിട്ടുള്ളത്. ആ വാക്കുപോലെ തന്നെ ഞാനിനി മലയാളികളുടെ കേരളത്തിൻ്റെ മകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് മലയാള ഭാഷ പോലും പഠിക്കുന്നതിന് വേണ്ടി അധ്യാപകന്മാരെ നിയോഗിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ പ്രിയങ്ക. അത്രമാത്രം കേരളത്തോടും മലയാളികളോടും തൻ്റെ പ്രതിബദ്ധത അരക്കിട്ട് ആവർത്തിക്കുന്നുണ്ട് പ്രിയങ്ക. ഈ സാഹചര്യത്തിൽ ഒന്നുകൂടെ ഈ മതേതര വാക്കുകൾ മതേതരത്വം അത് ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഇവരുടെ കരങ്ങൾ ഭാവിയിൽ ഇന്ത്യക്ക് ഗുണമാവട്ടെ എന്ന് പ്രത്യാശിക്കുകയും പ്രാർത്ഥിക്കുകയുമാണ് യഥാർത്ഥത്തിൽ ഓരോരുത്തരും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ എന്തെങ്കിലും പറഞ്ഞ് ഈ രാജ്യത്ത് കൂടുതൽ കലുഷമായ അവസ്ഥ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ BJP അരയും തലയും മുറുക്കി രംഗത്ത് വന്നിട്ടുള്ളത്. ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ മഹാരാഷ്ട്രയിൽ സംഘപരിവാറിൻ്റെ വിജയം സ്വാഭാവികമായിട്ടും സംശയിക്കപ്പെടേണ്ടതായിരിക്കുന്നു എന്നാണ്
യഥാർത്ഥത്തിൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. എന്തുകൊണ്ടെന്നാൽ മഹാരാഷ്ട്രയിൽ സ്വാഭാവികമായ വിജയം ഒരിക്കലും BJPക്ക് അവിടെ രണ്ടാം ഊഴം വരില്ല എന്നായിരുന്നു കണക്കുകൂട്ടൽ. എന്നാൽ അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിതമായി അവർക്ക് കിട്ടിയ രണ്ടാം ഊഴം തീർച്ചയായിട്ടും ജനങ്ങളുടെ പിന്തുണയോടെ അല്ല, മറിച്ച് EVMൻ്റെ കൃത്രിമം വഴിയാണ് ലഭിച്ചിട്ടുള്ളത് എന്ന് പരക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിലുള്ളത്. അപ്പോൾ അതിനാണ് പ്രതിയോഗികളോട് മറുപടി കൊടുക്കാൻ ജാർഖണ്ഡിൽ കണ്ടില്ലേ, അങ്ങനെയാണെങ്കിൽ ജാർഖണ്ഡിലും ഞങ്ങൾ ജയിക്കണ്ടേ എന്ന ചോദ്യത്തിന് നോക്കണം, ഒപ്പത്തിനൊപ്പം ഒപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി കൃത്രിമമായ സൈബർ തന്ത്രങ്ങളാണ് യഥാർത്ഥത്തിൽ BJP പയറ്റുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ആലോചിച്ച് നോക്കും, വളരെ കേവലം 80ഓളം മണ്ഡലമുള്ള നോക്കണം, ഒരു 80ഓളം നിയമസഭാ സീറ്റുകൾ മാത്രമുള്ള യഥാർത്ഥത്തിൽ വളരെ ചെറിയ ഒരു സംസ്ഥാനമായ ജാർഖണ്ഡിലെ ഭരണം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് ലഭിക്കത്തക്ക രീതിയിൽ വെച്ചു കൊടുക്കുകയും അഥവാ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിക്ക് വെച്ചു കൊടുക്കുകയും അതോടൊപ്പം തന്നെ രാജ്യത്തെ രണ്ടാം കിട സംസ്ഥാനമായ കൂടുതൽ MP-മാരുള്ള കൂടുതൽ MLA-മാരുള്ള ഒരു സംസ്ഥാനം തന്ത്രപരമായിട്ട് വിജയിച്ചെടുക്കുകയും അഥവാ എന്ന് പറഞ്ഞാൽ EVMൻ്റെ കളി തന്നെ എല്ലായിടത്തും. അതാണ് ഇവരൊക്കെ ചാനൽ ചർച്ചയിൽ ഇരുന്നിട്ടൊക്കെ BJPക്കാർ പറയുന്നുണ്ട്, ഞങ്ങൾ EVMൽ കളിക്കുന്നു എങ്കിൽ കണ്ടില്ലേ, ഞങ്ങൾക്ക് ഇത്ര കിട്ടിയല്ലേ ഉള്ളൂ, ഇന്ന സ്ഥലത്ത് ഞങ്ങൾ തോറ്റില്ലേ എന്ന് പറയുന്നതിന് വേണ്ടി അഥവാ ജനങ്ങളെ എല്ലാ കാലത്തും കബളിപ്പിച്ച് മുന്നോട്ട് പോകുക എന്ന് ആ ഒരു ലക്ഷ്യം നിലനിർത്തുന്നതിന് വേണ്ടി സ്വാഭാവികമായിട്ടും EVM തട്ടിപ്പ് നടക്കുന്നില്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രമാണ് ഇത്തരത്തിലുള്ള കുറച്ചൊക്കെ ഇതാ പിടിച്ചോളി എന്ന് പറഞ്ഞ് വിജയിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ തൃശ്ശൂർ സുരേഷ് ഗോപിയുടെ വിജയം അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 79ഓളം വരുന്ന മണ്ഡലങ്ങളിൽ EVM അതിശക്തമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ വ്യക്തമായിട്ടുള്ള ഉദാഹരണങ്ങളും കാരണങ്ങളും പ്രത്യേക സൈബർ എന്ന് പറഞ്ഞാൽ സെലിബ്രിറ്റികൾ അഥവാ IT മേഖലയിലെ സെലിബ്രിറ്റികൾ വ്യക്തമായിട്ട് ഹാക്ക് ചെയ്യാൻ കഴിയും, EVM ഹാക്ക് ചെയ്യാൻ കഴിയുമെന്ന് മാത്രമല്ല EVMൽ കൃത്രിമം കാണിക്കാൻ കഴിയുമെന്നൊക്കെ സെലിബ്രിറ്റികൾ തന്നെ പുറത്തു പറയുകയും കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പോലും ഇപ്പോൾ എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ സ്വാഭാവികമായിട്ടും ശക്തമത്തായ രീതിയിൽ പ്രതിപക്ഷങ്ങൾ ഒന്നടങ്കം അഥവാ ഇടതുപക്ഷങ്ങൾ ഉൾപ്പെടെ പ്രതിപക്ഷങ്ങൾ ശക്തമായി ഈ EVMനെതിരെ ശബ്ദിക്കുകയാണ് വേണ്ടത്. തീർച്ചയായിട്ടും EVMനെതിരെ ശബ്ദിച്ച് EVM ഇല്ലാതെ ബാലറ്റ് പേപ്പറിലൂടെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ BJPക്ക് 100ൽ താഴെ മാത്രം സീറ്റുകൾ ലഭിച്ച് നോക്കണം, വട്ടപൂജ്യമായി BJP പൂജേപിയായി മാറുന്നത് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഒരിക്കൽ തന്നെയും പ്രതിപക്ഷങ്ങൾ ആ നിലക്ക് തിരിയാതിരിക്കുന്നതിന് വേണ്ടിയുള്ള തന്ത്രങ്ങളാണ്. ഇതാ ഇപ്പോൾ മഹാരാഷ്ട്ര ഞങ്ങൾ ജയിച്ചപ്പോൾ ജാർഖണ്ഡ് നിങ്ങളും ജയിച്ചില്ലേ എന്ന് നോക്കണം, ഒരു വിശ്വസനീയമായ അതോടൊപ്പം തന്നെ അവിശ്വസനീയമായതും ആയ കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് തീർച്ചയായിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി.